ഹായ്. അപ്പോൾ നമുക്ക് വേറൊരു റെസിപ്പിയും കൂടി ഒന്ന് തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഒരു ശ്രമത്തിലാണ്, വിജയിക്കോ വിജയിക്കില്ല എന്നൊന്നും എനിക്കറിയില്ല. അപ്പം എനിക്ക് ഇച്ചിരി ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ട്, അതാണ് കേട്ടോ. പിന്നെ നമുക്ക് അപ്പോൾ ഒന്ന് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് കിടന്നാലോ? ബായോ. ഓക്കെ. അപ്പോൾ ഇത് കുറച്ച് മാങ്ങയാണ് കേട്ടോ. ഇത് ഏത് ടൈപ്പ് മാങ്ങയാണെന്ന് എനിക്കറിയില്ല, പേരറിയില്ല. അപ്പോൾ ഇത് നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഇതൊന്ന് നന്നായിട്ട് കഴുകണം. കഴുകിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ഇതിൻ്റെ എടുക്കണം. അപ്പോൾ നമുക്ക് നോക്കാട്ടെ. ഓക്കെ, ഇത് കഴുകിയിട്ട് ഞാൻ വരാം. ഓക്കെ, അപ്പോൾ നമ്മളിത് കഴുകാൻ പോവാണ്. അപ്പോൾ ഓരോ മാങ്ങയിലും നന്നായിട്ട് എന്താ പറയുക, കറയുണ്ട്. അപ്പോൾ മാങ്ങ നന്നായിട്ട് കഴുകുക കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഈ കഴിവണ വീഡിയോസൊക്കെ ഞങ്ങളെങ്ങനെ കാണിക്കണേന്ന് വിചാരിക്കും. കഴിവണ വീഡിയോസ് നമ്മൾ കാണിക്കണം. കാരണം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നന്നായിട്ട് വൃത്തിയിൽ ചെയ്യാനായിട്ട് യാത്ര അങ്ങനെ നമ്മൾ നന്നായിട്ട് മാങ്ങത ഇവിടെ നന്നായിട്ട് കഴുകണുണ്ട്. അപ്പോൾ നമ്മുടെ മാങ്ങത ഇവിടെ നന്നായിട്ട് നമ്മൾ കഴുകിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എന്താ പറയുക, പീലിയൊക്കെ ഒന്ന് കളഞ്ഞ്, അതായത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കിതിൻ്റെ പഴുപ്പ് മാത്രം എടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് എടുത്തിട്ട് വരാം കേട്ടോ. നമ്മളിതാ മാങ്ങയുടെ തൊലി ചെത്താനാണ് പോണത് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുമ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മാങ്ങയുടെ തൊലി ചെത്തി ഇതിൻ്റെ പഴുപ്പ് മാത്രം എടുക്കണം കേട്ടോ. കേടുള്ള മാങ്ങയാണെങ്കിൽ നിങ്ങൾ എടുക്കരുത്. ഞാൻ പറയുന്നത് ഏത് മാങ്ങയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ഏത് മാങ്ങയായാലും യൂസ് ചെയ്യാം. ഓക്കെ, ഇതെൻ്റെ ഒരു എന്താ പറയുക, ഇതൊരു പുതിയൊരു വെറൈറ്റി റെസിപ്പിയാണ്, പരീക്ഷണമാണ്. വിജയിക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാനിത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതാദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ ഒരു എന്താ പറയുക, ഒരു സന്തോഷവും ഇതെങ്ങനെ ഉണ്ടാവണമെന്നൊന്നും അറിയില്ലല്ലോ. നമ്മളിത് ആദ്യമായിട്ടല്ലേ കഴിക്കണേ. ചില വീഡിയോസിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ വീഡിയോസിൽ കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ റെസിപ്പി ഉണ്ട്. അതിങ്ങനെ നമ്മൾ ഓരോ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പം അതിലൊരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ഒരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഇതിൻ്റെ കേടൊക്കെ നമ്മൾ കളഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. നല്ല ഭാഗം മാത്രം എടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് മാത്രമായിട്ട് ഞാൻ ചെത്തുന്നത് കാണിച്ചു തരണുള്ളൂ. എന്നിട്ടൊരു മിക്സി ജാറിൽ ഇതൊന്നുകൂടി കഴുകുവാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഓക്കെ കത്തി കഴുകി ഇനി കണ്ടോ, നല്ലോണം ഇത് പുഴു ഉണ്ടോയെന്ന് നമ്മൾ തന്നെ നോക്കണം. പുഴു ഉണ്ടെങ്കിൽ നിങ്ങളിത് ദൈവത്തെ ഓർത്തത് എടുക്കരുത്. ഇങ്ങനെ ഓക്കെ മിക്സിയുടെ ജാറിലിടാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് മിക്സിയുടെ ജാറിൽ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് കുറച്ചും കൂടി ചെയ്യാനുണ്ട്, അത്രയും ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മാങ്ങ ഒക്കെ നമ്മളിതാ ചെത്തി ഇതുപോലെ എടുത്തിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടോ. അപ്പോൾ ചെത്തി ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിലൊന്ന് കറക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. പേസ്റ്റ് രൂപത്തിൽ ഇതാ ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ വന്നിട്ടുണ്ട്. ഇതിപ്പോൾ സ്ക്രീനിൽ ഇപ്പോൾ മഞ്ഞ കളറായിട്ടാണ് കാണണമെങ്കിൽ ഇത് നല്ല ഒരു ഓറഞ്ച് ഷെയ്ഡ് കളറാണ് കേട്ടോ നമ്മളിപ്പോൾ. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പാകം, ഇതാണ് കേട്ടോ. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന കളറല്ല, നമ്മൾ നേരിൽ കാണുമ്പോൾ നല്ല കളറാണ്, നല്ലൊരു ഓറഞ്ച് കളറാണ്. ഓക്കെ, നമ്മൾ ഇത് ഈ മാങ്ങയുടെ കളറുണ്ടോ? ഇതിലും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഒരു മാങ്ങ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ആകെ ഞാൻ 3 മാങ്ങ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം. ഓക്കെ, അപ്പോൾ ഇത് അരയ്ക്കല്ല, ഇത് അരച്ച് കഴിഞ്ഞു. ഇത് നമുക്കിനി ഇതിൻ്റെ എന്താ പറയുക, ഞാരുള്ള മാങ്ങയാണെങ്കിൽ ഇത് നമുക്ക് കളയണം. അപ്പം നാര് വേണ്ട. അപ്പം അതുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ നാര് കളയാനായിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇങ്ങനെ ചെയ്യണം. അപ്പം ഞാനിത് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചതാ ഇങ്ങനെ വരുന്നുണ്ട് കണ്ടോ.
കുറച്ച് വരണുള്ളൂ. അപ്പോൾ നന്നായിട്ട് അതൊന്നും എടുക്കണം കേട്ടോ. അടിയിലേക്ക് ഇത് കുറച്ച് വരണുള്ളൂ. അപ്പോൾ ഇതിലൊട്ടും വെള്ളം ചേർക്കാതെയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് വീഴണത് ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ. വീഴണത് പാത്രത്തിലേക്ക് വീഴണം. വീഴണത് കാണാൻ പറ്റുന്നില്ല, പക്ഷെ കണ്ടോ ഇതിൽ വീഴണുണ്ട്, കണ്ടോ വീഴണുണ്ട്. അപ്പോൾ വീഴണത് നമുക്ക് കാണിച്ചു തരാനായിട്ട് പറ്റത്തില്ല. നന്നായിട്ട് ഇളക്കി കൊടുത്താലാണ് കേട്ടോ താഴത്തേക്ക് വീഴണത് കാണാൻ പറ്റുള്ളൂ. ഞാൻ ഇങ്ങനെ പൊന്തിക്കണുണ്ട്, വീഴണത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. കണ്ട വന്ന് നിൽക്കണ കണ്ട വീഴണ കണ്ട. ഓക്കെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ ഇതിലൊട്ടും വെള്ളം ചേർക്കാതെ വീഴണം. കണ്ട വീഴണണ്ട, വീട് എന്നെ ഓ ഉണ്ടോ. ഇപ്പം നിൽക്കട്ടെ. അതിങ്ങനെ നന്നായിട്ട് നമ്മളിങ്ങനെ ഇളക്കണം. നന്നായിട്ട് ഇളക്കുമ്പോൾ കണ്ട വീഴണണ്ട, അതുപോലെ വീഴണം. ഓക്കെ നമ്മൾ ഇളക്കി ഇതാ അവസാനം എത്തിയിട്ടുണ്ട്. അപ്പം ഞാനത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് ഇളക്കണം കേട്ടോ, എന്നാലാണ് കിട്ടുള്ളൂ പഴുപ്പ്. നമ്മളത് കണ്ടോ ലാസ്റ്റ് ഇത്രേ വന്നിട്ടുള്ളൂ. അതായത് ഇതിൻ്റെ ഞാരാണിത് കേട്ടോ, ഫുള്ളത് ഞാര്, നമ്മുടെ മാങ്ങയുടെ ഞാര്. ഇതിൻ്റെ അടിയിൽ ഇച്ചിരി ഇരിപ്പുണ്ട്. അപ്പം ഞാനത് 1 സ്പൂൺ കൊണ്ട് ആക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത്രയും പഴുപ്പാണ് കേട്ടോ, ഇത് വരില്ല എന്ന് തോന്നുന്നു. ഓക്കെ പിന്നെ ഇത് നമ്മൾ തുണിയിൽ ചെയ്യുകയാണെങ്കിൽ അത്രയും കൂടി വന്നു. തുണിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ലോണം കിട്ടുമായിരിക്കും. എന്നിട്ട് പണ്ടത്തെ ആൾക്കാരൊക്കെ ഇത് തുണിയിൽ ചെയ്യണതൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ഇത് കണ്ട, ഇത് നമുക്ക് വേസ്റ്റാണ് ഇട്ടത്, എടുക്കണ്ട. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കാണാവേ. അപ്പം ഇത്രം പഴുപ്പ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ഇത്രയാണ് അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഒരു ഇതിട്ട. ഓക്കെ നമ്മൾ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിലൊന്നുമില്ല, ഞാൻ സ്പൂണൊക്കെ കഴുകി എടുത്തു. കണ്ട നമ്മൾ അരിപ്പയിൽ അരിച്ച കാരണമാണ് പാത്രത്തിൻ്റെ മുക്കിലും മൂലയിലൊക്കെ ഇങ്ങനെ വീണ് കിടക്കണത് കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മളിതാ അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ഇനി വെള്ളം ഒന്ന് വറ്റട്ടെ കേട്ടോ. നമ്മുടെ ചട്ടിയിൽ ഇതാ വെള്ളമുണ്ട്, അതൊന്ന് വറ്റട്ടെ. എന്നിട്ട് കാണിക്കാം. നോക്കിയതൊന്ന് നമുക്കിതൊന്ന് ഇതാക്കണം കേട്ടോ. അപ്പോൾ ഇതായിട്ട് വരുന്നുണ്ട്, എന്താ പറയുക. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇച്ചിരി നെയ്യ് ഇട്ടോ, ഇച്ചിരി നെയ്യ് ഒഴിക്കണുള്ളൂ. ഇച്ചിരി നെയ്യ് ഒഴിക്കണം. ഇച്ചിരി നെയ്യ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ട് ഞാൻ ഇച്ചിരി നെയ്യ് ഒഴിച്ച് കൊടുത്തു. ഇനി നമ്മൾ നമ്മുടെ തയ്യാറാക്കിയ മാങ്ങയുടെ ഇതുണ്ടല്ലോ, അത് നമ്മൾ തീ കുറച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ചെയ്യുവാണ്. നമ്മൾ ആദ്യമൊക്കെ നമ്മൾ ചക്ക ചെയ്യണ മാതിരി തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ കേട്ടോ. എനിക്ക് അറിയത്തില്ല, ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ ചെയ്യാണ്. നമുക്ക് കിട്ടിയ എല്ലാ മാങ്ങയുടെ ചാറ് എടുത്തിട്ടുണ്ട്, മാങ്ങച്ചാറ് എടുത്തിട്ടുണ്ട്. അച്ചാറല്ല, മാങ്ങയുടെ പഴുപ്പ്. കറക്റ്റായിട്ട് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. മാങ്ങ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഓക്കെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ നെയ്യ് എല്ലാ സ്ഥലത്തേക്കും പിടിക്കണം കേട്ടോ. നെയ്യ് ഒഴിച്ചിട്ടുണ്ട്, കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുള്ളൂ. ഇതെനിക്ക് ഇതാവാണ്ടിരിക്കാനായിട്ടാട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. ചെയ്തിട്ട് ഇത് വിജയിക്കുകയാണെങ്കിൽ ഞാൻ വിജയിച്ചു, അല്ലെങ്കിൽ പരാജയപ്പെട്ടു എന്ന് തന്നെ പറയുള്ളൂ. കാരണം ഇത് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യണത്. എനിക്കൊരു കൗതുകം. ഇത് നമ്മുടെ വീട്ടിലൊന്നും ഇത് ആരും ചെയ്ത് തന്നിട്ടുമില്ല, കണ്ടിട്ടുമില്ല. പിന്നെ ഇത് ആദ്യമായിട്ട് നമ്മുടെ ഇതിൽ ആനിയമ്മ ചെയ്യണം കേട്ടോ. ഇത് ചെയ്യണത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. നല്ല ചൂട് വരണുണ്ട്, അതുകൊണ്ട് ഞാൻ ഫാൻ ഇട്ടു. ഓക്കെ തീ കുറച്ചാണ് കേട്ടോ ചെയ്യണത്. ഓക്കെ തീ കുറച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ വന്നിട്ടുണ്ട്.
ഇനി നമുക്ക് കുറച്ച് ടീസ്പൂണ് പഞ്ചസാര ഇടാം. മാങ്ങയ്ക്ക് മധുരമുണ്ട്. ഞാൻ ഇതിലേക്ക് 2 ടീസ്പൂണ് പഞ്ചസാര ഇടണുള്ളൂ. 2 ടീസ്പൂണ് പഞ്ചസാര ഇടണുള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കാം. തീ വളരെ കുറച്ചാണ് കേട്ടോ. തീ വളരെ കുറച്ചാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല വെയിലാണല്ലോ. ഞാൻ നോക്കിയപ്പോൾ ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു, ശബ്ദം ഉണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ആദ്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടൊരു കൗതുകം. ഇത് ശരിയാവോ തെറ്റാവോ എന്ന് അറിയത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ ചക്ക വരട്ടി ഉണ്ടാക്കണ ചക്ക വരട്ടിയൊക്കെ ഉണ്ടാക്കാൻ അറിയാം. പഴുത്ത ചക്ക ഇതുപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഒക്കെ ഒരു അറിവുള്ളത് കൊണ്ട് അതൊക്കെ ചെയ്യാൻ അറിയാം എന്നുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇതും കൂടി ഒന്ന് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ആയി വരുന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇതായി വന്നിട്ടുണ്ട്. നമ്മുടെ തീ വളരെ കുറച്ചാണ് കേട്ടോ. ഇതായി വന്നിട്ടുണ്ട്, ആയി വരുന്നുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യണത്. ഞാൻ വീണ്ടും പറയുകയാണത് ആദ്യമായിട്ടാണ് ചെയ്യണത്. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതണം കേട്ടോ. നമ്മൾ എനിക്ക് ആഗ്രഹം ഉള്ളത് കൊണ്ട് ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ പ്രഗ്നൻ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് എനിക്ക് കൊതി വന്നിട്ട് ഞാൻ ചെയ്യണതാണ്. നമുക്കൊന്നും ആദ്യം ചെയ്ത് തരാനൊന്നുമില്ല. പിന്നെ അത് കടയിൽ പോയി മേടിക്കാൻ ഇതുണ്ടെന്ന് തോന്നുന്നു, അറിയില്ല. നമ്മുടെ കടകളിലൊന്നും നോക്കിയിട്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ തോന്നുന്നത് ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ചേട്ടന് കഴിഞ്ഞ ദിവസം ആരോ കൊടുത്തായിരുന്നു. അപ്പോൾ ചേട്ടനത് വാങ്ങാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ വാങ്ങിത്തരാമെന്ന് എന്നോട് പറഞ്ഞതാണ്. അപ്പോൾ വാങ്ങിത്തരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി ഞാനൊന്ന് ഉണ്ടാക്കിയിട്ട് പറയാം എന്ന് വിചാരിച്ചു. അപ്പോൾ അതെ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അതെ, നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത്ര ഉള്ളത് തോന്നുന്നുണ്ട്, എനിക്കറിയില്ല. ഇത് കാണുന്ന ആർക്കും നമ്മുടെ മാങ്ങാത്തേര റെസിപ്പി അറിയുന്നവരാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ. എനിക്കറിയില്ല. പിന്നെ വേറെ ഒന്നും ഇതിൽ ശർക്കര മാങ്ങ മാത്രമേ ഉള്ളൂ. ശർക്കരയും പൊട്ടെ പഞ്ചസാര മാത്രമേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ശർക്കര ഇത് നല്ലൊരു കളർ വന്നിട്ടുണ്ട് കേട്ടോ. സ്ക്രീനിൽ കാണുന്ന കളറല്ല, നല്ലൊരു മാമ്പഴ കളർ തന്നെ വന്നിട്ടുണ്ട്. നല്ലൊരു കളർ വന്നിട്ടുണ്ട്. അതെ, കണ്ടോ? ഇതെനിക്ക് തോന്നുന്നു ചൂടോടെ തന്നെ നമ്മുടെ മറ്റേ പ്ലേറ്റിൽ ഇടണം. അപ്പോൾ ഇത്ര ഉള്ളൂട്ട. അടി പിടിക്കാറായിട്ടുണ്ട്. അടിയല്ല, അങ്ങനെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചക്ക മാതിരി അത്രയ്ക്ക് ഇത് വേണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് ഞാൻ തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തിട്ട് നല്ലൊരു സ്റ്റീലിൻ്റെ പാത്രം എടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതിലേക്ക് കുറച്ച് എണ്ണയാണ് കേട്ടോ തേക്കണത്. എണ്ണയോ നെയ്യോ ഒക്കെ തേക്കുക. എണ്ണ തേച്ച് കൊടുക്കുകയാണ്. നല്ലൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ടുണ്ട്. നല്ലൊരു സ്റ്റീലിൻ്റെ പാത്രം എടുത്തിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് എണ്ണ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ മാങ്ങാത്തേര റെസിപ്പി ഇതാ. ഓക്കെ, എന്നിട്ട് ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഇങ്ങോട്ട് ഒഴിക്കുകയാണ്. അറിയില്ല എത്രത്തോളം ഞാൻ വിജയിക്കുമെന്ന് അറിയില്ല. നമ്മുടെ എന്താ പറയുക, ഇതൊക്കെ കാണുമ്പോഴുണ്ടല്ലോ ഇത് കൗതുകം. അതുപോലെ തന്നെ നമ്മുടെ കിണ്ണത്തപ്പം ഉണ്ടല്ലോ, കിണ്ണത്തപ്പം അതിൻ്റെ ഒരു ഇതുണ്ടാക്കണവരെ സമ്മതിക്കണം. ക്ഷമ വേണം, നല്ല ലെവല് വേണം. ഇങ്ങനെ നല്ല ഓക്കെ ഒരു ഭംഗിയൊക്കെ ആയിന്ന് വിചാരിക്കുന്നു അല്ലേ? നല്ലോണം ചിത്രം വരയ്ക്കാൻ അറിയുന്നവരൊക്കെ, നന്നായിട്ട് പെയിന്റ് അടിക്കാൻ അറിയുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യാട്ടോ. കിണ്ണത്തപ്പം ഉണ്ടാക്കണ പോലെയല്ല, കിണ്ണത്തപ്പം നമ്മൾ ഇങ്ങനെ ഇതിലാക്കൂല, അതുപോലെ ചെയ്യാം കേട്ടോ. ഞാൻ അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് വെയിലത്ത് വെക്കണം. ഞാൻ വേറൊരു പാത്രം കൂടി എടുത്തിട്ടുണ്ട്.
ഇതിൽ ഈ പറയുന്ന പോലെ എണ്ണയൊക്കെ തേച്ച് കൊടുക്കാം. അറിയില്ല വിജയിക്കില്ല എന്നൊന്നും എനിക്കറിയില്ല. കാരണം ചെറിയ പേടിയുണ്ട് മക്കളെ, ആദ്യമായിട്ടാണ് ചെയ്യണേ. അപ്പോൾ അതുപോലെ അതെ ഇതിലും ചെയ്ത് കൊടുക്കാണ് കേട്ടോ. ഇതിൻ്റെ ബ്രഷിൻ്റെ അറ്റം പോയിട്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ സാധാരണക്കാരല്ലേ, ക്ഷമിക്കുക. ബ്രഷിൻ്റെ അറ്റം പോയാലും ഞാനത് ഉപയോഗിക്കും. ഇപ്പം എടുത്തേക്കണ പാത്രത്തിൻ്റെ പിടി വരെ പോയി എടുക്കാം, ഞാനത് ഉപയോഗിക്കും. മാക്സിമം നമുക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ നമ്മൾ മലയാളികൾ പേസ്റ്റ് വരെ തൂത്തെടുക്കുന്ന ആൾക്കാരാണ്, പേസ്റ്റ് വരെ മുറിച്ചെടുക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെ എന്തല്ലേ അങ്ങനെയുള്ള നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറാവുന്നുണ്ട് കേട്ടോ. ദൈവമേ, എനിക്ക് ആകാംക്ഷയാണ് ഇത് എങ്ങനെ വരാമോ എന്ന്. നല്ലോണം ആകാംക്ഷയുണ്ട്. ആദ്യമായിട്ട് ചെയ്യണം മാതാവേ. അപ്പോൾ ആരും ചെയ്ത് തരാത്തവരൊന്നും വിഷമിക്കേണ്ട, നിങ്ങൾ ചെയ്ത് ചെയ്യാട്ടോ. ഇത് പുതിയൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഞാൻ ഷുഗറും കാര്യങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട്. ഓക്കെ എനിക്ക് സന്തോഷമായി. ഇത് വിജയിച്ചാൽ മതിയായിരുന്നു. വിജയിച്ച് കഴിഞ്ഞാൽ ഞാൻ സന്തോഷമായി, ഹാപ്പിയായി, എന്താ പറയുക അങ്ങനെ. അപ്പോൾ രണ്ടാമത്തതും കൂടി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഇനി വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കണം. അപ്പോൾ ഇതാണ് കേട്ടോ. നമ്മൾ വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. വെയിലത്ത് വെച്ചതാ ഉണക്കാണ് കേട്ടോ. നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാണ്. അപ്പോൾ നന്നായിട്ട് വെയിൽ കൊള്ളട്ടെ. എത്ര ദിവസം എടുക്കുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ദൈവമേ, എന്നെ കാത്തോളണേ. അപ്പോൾ നല്ല വെയിലുണ്ട്. സ്ക്രീനിൽ വെയിലില്ലാത്ത പോലെയാണ് തോന്നുന്നത്, പക്ഷെ വെയിലുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ കൊണ്ടുവരാം കേട്ടോ. ഇതൊന്ന് ഇതാവട്ടെ. എത്ര ദിവസം എടുക്കുമെന്ന് എനിക്കറിയില്ല. ഒരു കൗതുകം. ഓക്കെ, ഹായ്. അപ്പോൾ നമ്മൾ 2 ദിവസം കാത്തിരുന്ന, അതായത് ഇന്നലെയാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി വെച്ചത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇന്നലത്തെയും നല്ല ചൂടുണ്ട് കേട്ടോ. ഇന്നത്തെയും കൂടി വെയിലും കൊണ്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം. കണ്ടോ, നല്ലൊരു ഇതായിട്ടുണ്ട് കേട്ടോ. നല്ലൊരു കളറുണ്ട് കേട്ടോ. സ്ക്രീനിൽ കാണുന്ന കളറിനേലും നല്ലൊരു കളറുണ്ട്. പിന്നെ കുറച്ചും കൂടി നന്നായിട്ട് പരത്തേ കൊള്ളാറുന്നുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇതാണ് കേട്ടോ സാധനം. കുറച്ചും കൂടി നന്നായിട്ട് പരത്തി ക്ലിയർ ആക്കണമെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊന്ന് മുറിച്ചിട്ട് വരാട്ടോ. മുറിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ മുറിച്ചിട്ട് വരാട്ടോ. ഇത് എങ്ങനെയാണ് മുറിക്കണേന്നൊക്കെ എനിക്ക് മുറിച്ചിട്ട് വരാം. ഓക്കെ, അപ്പോൾ മുറിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, പീലി പോലെ ഇതിങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ഞാനാണേ. അല്ല, ഒരു കയ്യിലതേ കണ്ടോ, ഇതുപോലെ പീലി പോലെ വന്നിട്ടുണ്ട്. സക്സസ്ഫുള്ളായിട്ടുണ്ട് മക്കളെ, സക്സസ്ഫുള്ളായിട്ടുണ്ട്. ഞാനിത് മുഴുവനായിട്ടൊന്ന് പൊളിച്ചിട്ട് കാണിച്ചു തരാട്ടാ. കത്തി കൊണ്ടൊക്കെ ഇതായിട്ടുണ്ട്. കുറച്ചും കൂടി കട്ടി വേണമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. നല്ലൊരു സൂപ്പർ സാധനം അതാണ് കേട്ടോ നമ്മുടെ മാങ്ങത്തരയാണ് കേട്ടോ. അതായത് ഞാനിത് അടർത്തെടുത്തുട്ടോ. എനിക്ക് ഷേപ്പൊന്നും ആക്കാൻ പറ്റില്ല കേട്ടോ. കേട്ടോ, ഇത് പറ്റുകയാണെങ്കിൽ ഷേപ്പ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. നൈസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പപ്പടത്തിനേൽ നൈസായിട്ടാണ് കിട്ടിയേക്കണത്. നിങ്ങൾ കാണുമ്പോൾ അറിയാം. നൈസ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നൈസാണേ കേട്ടോ. ഞാൻ ഓക്കെ കണ്ട, നൈസ് എന്ന് പറഞ്ഞാൽ പപ്പടത്തിനേലും നൈസായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അതായത് മാങ്ങത്തേര. ഞാനിത് യൂട്യൂബിൽ കണ്ട് ചെയ്തതാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, അത്രയ്ക്കൊരു അലങ്കാരമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, അറിയില്ല കേട്ടോ. പിന്നെ ഇത് എടുക്കണം എങ്ങനെയാണെന്നും എനിക്ക് അറിയുന്നില്ല. എടുത്തത് എന്താ പറയുക, കുറച്ചും കൂടി കട്ടി വേണമെന്ന് തോന്നി. പക്ഷെ കട്ടി വേണ്ട, എനിക്ക് ഇങ്ങനെ തന്നെ മതിയെന്നും തോന്നുന്നുണ്ട്. ഇനി ഇത് ഇങ്ങനെ റോൾ ചെയ്തിട്ട് കണ്ടോ, ഒരു പീസ് തിന്ന് നോക്കട്ടെ മക്കളെ. ഞാനൊന്ന് തിന്ന് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഞാനിത്
ഇങ്ങനെ ആദ്യം ഇങ്ങനെ ചുരുട്ടണം ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചുരുട്ടി തിന്നാട്ടോ. കണ്ട ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. കട്ടി കൂട്ടും വേണ്ട, കുറയ്ക്കും വേണ്ട, ഇങ്ങനെ തന്നെ ഉണ്ടായാൽ നമ്മുടെ ഇഷ്ടമായിട്ടാ കൂട്ടാനും കുറയ്ക്കണമൊക്കെ. ഇങ്ങനെ തന്നെ ഉണ്ടായി പെട്ടെന്ന് ഉണങ്ങി കിട്ടും. നല്ല വെയിലുണ്ടെങ്കിൽ, ഇന്നലെ ഞാൻ ഉണ്ടാക്കിയുള്ളൂ, നല്ല വെയിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. എനിക്കിഷ്ടമായിട്ടാ. ഒരു പ്ലേറ്റും കൂടി ഉണ്ട് ഇതേ, ഒരു പ്ലേറ്റും കൂടി ഉണ്ട്. പക്ഷെ ഇത് എനിക്ക് നല്ല രീതിയിൽ മുറിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഞാൻ ഇതും കൂടി കാണിച്ചു തരാം കേട്ടോ. പക്ഷെ ഇത് റോള് ചെയ്ത് വെക്കണമല്ലോ, ഇതിപ്പോൾ തന്നെ ഞാൻ തിന്ന് തീർക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ ഇനി മാങ്ങ കിട്ടുമ്പോൾ, മാങ്ങ ഇഷ്ടം പോലെ അതെ, മാങ്ങ ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട് കേട്ടോ. അതെ, പഴുത്ത മാങ്ങ. ഇത് നമ്മുടെ പിയൂരല്ലല്ലോ, മൂവാണ്ട മാങ്ങ. കുറേ നമ്മുടെ മാമത്തെ മാങ്ങയൊക്കെ തീർന്നിരിക്കുക. പക്ഷെ എന്നാലും നമുക്ക് കുറേ മാങ്ങ കിട്ടുന്നുണ്ട്. അത് ദൈവം സഹായിച്ച്. അപ്പോൾ ഞാൻ ഇനിയും ട്രൈ ചെയ്യും. എനിക്കെന്തായാലും ഇഷ്ടമായി, നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. ഇതിങ്ങനെ ഇത് അടിഭാഗം, ഇത് മോൾ ഭാഗം. അപ്പോൾ ഇതിങ്ങനെ റോള് ചെയ്തിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല രസമുള്ളത്. നോക്കി മക്കളെ, കണ്ട ഈ അടിഭാഗം വേണം, അതായത് അടിഭാഗം പൊളിച്ച ഭാഗം വേണം. അപ്പോൾ പിന്നെ ഞാൻ പറയട്ടെ, എനിക്ക് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് തോന്നിയത് നമ്മുടെ പുളിമിഠായി, പണ്ടൊക്കെ നമ്മൾ പുളിമിഠായി തിന്നാറില്ലേ, നമ്മുടെ 90 കാലഘട്ടങ്ങളിലുള്ള നൈസ്. അപ്പം നമ്മുടെ ഒരു 2020 ആ കാലഘട്ടത്തിലുള്ളവരൊക്കെ നമ്മൾ പുളിമിഠായിയൊക്കെ തിന്നിട്ടില്ലേ, 90 2000 കാലഘട്ടത്തിലുള്ളവരൊക്കെ ഇപ്പോഴും ഉണ്ട് കേട്ടോ പുളിമിഠായി. അപ്പം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ്, നല്ല മധുരമുണ്ട്, നല്ല റെസിപ്പിയാണ്, എനിക്കിഷ്ടമായി. അപ്പം ഞാൻ ഇതൊന്ന് മുറിച്ചിട്ട് എന്നിട്ട് മോഡിഫിക്കേഷൻ എന്നിട്ട് ഇതിനെ പറയുന്ന അലങ്കരിച്ചിട്ട് വരാം കേട്ടോ. നല്ലൊരു ടേസ്റ്റും, കുറച്ചും കൂടി നല്ല പഴുത്ത മാങ്ങയാണ്. ഇത് ഒട്ടി പിടിക്കുന്നുണ്ട് മക്കളെ, ഒട്ടി പിടിക്കാം കണ്ടോ. പ്ലേറ്റിൽ നന്നായിട്ട് ഒട്ടി പിടിച്ചിട്ടുണ്ട്. അപ്പം ഇന്നത്തെ എൻ്റെ ഈ റെസിപ്പി വിജയിച്ചിട്ടുണ്ട് കേട്ടോ. പുളിയുണ്ട്, അതുപോലെ തന്നെ നല്ല മധുരമുണ്ട്. ഓക്കെ, ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ഉപ്പില്ലാത്ത ഒരു റെസിപ്പിയാണ്. പക്ഷെ എന്നാലും ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് വരും. അത് ചിലപ്പോൾ എൻ്റെ വായിക്കാണോ, ഞാൻ ഗർഭിണിയായിട്ടിരിക്കല്ലേ, അതുകൊണ്ടൊന്നും എനിക്കറിയില്ല. അപ്പോൾ നല്ലൊരു കിടലൻ റെസിപ്പിയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ നാളെ നമുക്ക് വേറൊരു ദിവസം നല്ലൊരു റെസിപ്പി, ഇതിനേലും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം കേട്ടോ. ഇത് മോശം റെസിപ്പി ഒന്നും അല്ലായിട്ട് ഞാൻ പറഞ്ഞു, കിടലൻ വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ മാങ്ങ ഉപയോഗിച്ച് പഴുത്ത മാങ്ങ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു നല്ലൊരു റെസിപ്പി, പഴുത്ത മാങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു നല്ലൊരു റെസിപ്പി കേട്ടോ. ഈ മാങ്ങയുടെ കറുപ്പ് കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് കേട് മാങ്ങയെന്ന്, പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നല്ല മഞ്ഞ കളറാട്ടോ. ഓക്കെ, ചിലത് കേടുണ്ടാവും, ചിലത് നല്ല മഞ്ഞ കളറാട്ടോ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ മാങ്ങത്തേര റെസിപ്പി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ. എൻ്റെ എന്തായാലും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഞാനിത് ആദ്യമായിട്ട് വീണ്ടും പറയാം, ഞാനിത് ആദ്യമായിട്ട് കഴിക്കണത്. എനിക്ക് ആരും ഉണ്ടാക്കി തരാൻ നമുക്കാരുമില്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കിയതാണ്, യൂട്യൂബിൽ കണ്ടപ്പോൾ. യൂട്യൂബിൽ മാത്രമല്ല, ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ട് ആനിയമ്മയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം അതിൽ എനിക്ക് പെട്ടെന്ന് അറിയാവുന്ന പോലത്തെ ആനിയമ്മയുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ആനിയമ്മയുടെ എന്നിട്ട് കേരള ലൈഫ് അങ്ങനെ എന്താണ്ട് ചാനലിൻ്റെ പേര്. അപ്പോൾ പഴമയുള്ള ഒരാളാണ്, അതുകൊണ്ടാട്ടോ ആനിയമ്മ എന്നൊക്കെ വിളിക്കണം. പക്ഷെ പ്രായം 40-ഇടയിലെങ്ങാണ്ട് വയസ്സുള്ളൂ എന്ന് തോന്നുന്നു, അറിയില്ല, 50. ഓക്കെ, കുഞ്ഞു പിള്ളേരാട്ടോ, 2 മറിയാമ്മ, അങ്ങനെയുള്ള 2 കുഞ്ഞു പിള്ളേർ. ഒത്തിരി ഇഷ്ടമായിട്ട് നമ്മൾ തുടക്കം മുതൽ വീഡിയോസൊക്കെ കണ്ടു വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് റെസിപ്പി അടിച്ച് മാറ്റിയതാണ്. പിന്നെ കുറേ വീഡിയോസ് ഞാൻ കണ്ടു കേട്ടോ. അങ്ങനെയാണ് മാങ്ങത്തേരയുടെ റെസിപ്പി കണ്ടത്. മാങ്ങ തൊര ഉണ്ടാക്കണം, അതെങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം കുറേ കാട് കയറിയിട്ടുണ്ട്. ഇത് എന്താണെന്ന് എനിക്കറിയില്ല. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കുക വയ്യ മക്കളെ. ഒരുപാട് സന്തോഷമാണ് ഞാൻ ഉണ്ടാക്കിയ ഒരു റെസിപ്പി. ഞാൻ ആദ്യമായിട്ടായിട്ട് സാധനം ഉണ്ടാക്കണതും കാണണതൊക്കെ. അപ്പോൾ ഇപ്പം തന്നെ തീരുമെന്ന് എനിക്കറിയില്ല. അതിനെ കിട്ടിയവന് കൊടുക്കാനുണ്ടാവുമെന്ന് എനിക്കറിയില്ല. നോക്കട്ടെ. ഓക്കെ, കിട്ടിയവന് കൊടുക്കണം. ഇതാണോ അന്ന് കഴിച്ച റെസിപ്പി, ഇതുപോലെയാണോ ടേസ്റ്റ് എന്നൊക്കെ അറിയണം. അപ്പം ഓക്കെ, ഞാനിതൊന്നും അലങ്കരിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ ഇത്രയുള്ള കുഞ്ഞൊരു വീഡിയോ. താങ്ക് യു.